ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ ഈ നേരം കെട്ട നേരത്ത് ഓടിയെത്തി. ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നമ്മൾ മടിച്ചാൽ പിന്നെ പിന്നെ നമുക്ക് മടിയുടെ കോശം എത്രയിരിക്കും. ഒരു ദിവസം നമ്മൾ വിചാരിക്കും നമുക്ക് നാളെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ പിന്നെ വരും വരും ദിവസങ്ങളിൽ മടിയായിരിക്കും കേട്ടോ. കൃത്യനിഷ്ഠയായിട്ട് നമ്മൾ ഏത് കാര്യം ചെയ്ത് പോയാൽ കൃത്യമായിട്ട് പോവും. മടി വിചാരിച്ചാൽ എല്ലാം തിന്തരികിടതോ. ഇന്നലെ വീഡിയോ ഇട്ടില്ല. ഇന്ന് ഇത്രയും സമയത്ത് ഇപ്പം തന്നെ 11 മണിയായി. ഇത്രയും സമയമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. എന്തായാലും കാണുന്നവർ കാണട്ടെ. സമയത്തിട്ടാലും സമയത്തിട്ടില്ലെങ്കിലും കാണുന്നവർ കാണും, ഇല്ലാത്തവർ പോവും. ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യ. ഫാൻ ഓഫ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ഫാൻ ഇട്ടിട്ട് പറഞ്ഞോണ്ടല്ല, കറ 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 സൗണ്ടിൽ ഞാൻ പറയണൊന്നും കേൾക്കാൻ പറ്റത്തില്ല. വിയർത്ത് കുളിച്ച് ഞാൻ വെള്ളമായിട്ടിരിക്കുകയാണ്. വിയർത്ത് കുളിച്ച് വെള്ളമായിട്ടിരിക്കണം. ചോറ് പോലും കഴിച്ചില്ല കേട്ടോ. കൃത്യസമയത്ത് ഭക്ഷണങ്ങൾ കഴിക്കാത്തതാണ് പ്രശ്നം. കാരണം ഇന്ന് നമുക്കൊരു പാലുകാച്ച ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞെന്നും തോന്നണം. പാലുകാച്ച ഉണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ മോൻ്റെ വീട് പാലുകാച്ചായിരുന്നു. ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയി ഉച്ച ഭക്ഷണമൊക്കെ അവിടെയായിരുന്നു. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അച്ചമ്മ കൊച്ചുമക്കളിൽ കുറച്ച് സമയം ഒരു 1.5 മണിക്കൂർ ലൈവ് ഇരുന്നിട്ട് കുളിയും നനയൊക്കെ കഴിഞ്ഞ് പാലുകാച്ചിനൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് മക്കളെയും കൂടെ എടുത്തുകൊണ്ട് വന്നു. മക്കളുമായിട്ടൊക്കെയാണ് പോയത്. വന്ന വഴിക്കും തിരിച്ച് വന്നപ്പോൾ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളെയൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നപ്പം 9:30 മണിയായി. ഇതിനിടയിൽ ഉച്ചയ്ക്ക് ഇന്നലെയും ഞാൻ എന്താ വെച്ചത്, ഇന്നലെയും വെച്ചതൊന്നുമില്ല. അപ്പോൾ ഇന്നും വെച്ചില്ല. അപ്പോൾ നാളെ ഇനി ചേട്ടന് ചോറ് കൊണ്ടുപോകണം. വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ 7 മണിയായപ്പോഴത്തേക്ക് അരി അടുപ്പത്തിട്ട് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി അടുപ്പത്തിട്ട് മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് ഇന്നെടുത്ത് വെച്ചില്ലെങ്കിൽ വീണ്ടും പിന്നെ അതിരുന്നിരുന്നത് ഇല്ലാണ്ടാവും. മീനും എടുത്ത് വെള്ളത്തിലിട്ടിട്ട് മക്കളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് മോനും ചേട്ടനും കൂടെ കൊണ്ടുപോട്ടെ. അവർ പോയിട്ട് വരുമ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ റെഡിയാവും എന്ന് വിചാരിച്ച്. കുഞ്ഞുണ്ടല്ലോ, ഇളയ കുഞ്ഞു എൻ്റെ മോൻ്റെ കൂടെ പോകില്ല കേട്ടോ. ഇളയ മോൻ്റെ അടുത്ത് കുഞ്ഞ് പോകത്തില്ല. മൂത്ത കുഞ്ഞും അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം മൂത്ത കുഞ്ഞ് അവനെ വിട്ട് മാറത്തില്ല. ജീവനാണ്. അതുപോലെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും. പോവില്ല. പിന്നെ ഞാനും ചേട്ടനും കൂടെ കൊണ്ടാക്കിയിട്ടൊക്കെ വീടെത്തിയപ്പോൾ 9:30 9:30ക്ക് ശേഷം പിന്നെ വന്ന് മീൻ കട്ട് ചെയ്ത് കറി വെച്ച്, മീൻ കറി വെച്ച്, രസം വെച്ച്, മീൻ വറുത്ത്, ചോറൊക്കെ റെഡിയാക്കി. ഇതിനിടയിൽ വെള്ളമില്ല, പൈപ്പിൽ വെള്ളമില്ല. ഇന്നലെ വെള്ളമില്ല. മകളിൽ കയറുന്നില്ല കേട്ടോ. താഴത്തുണ്ട്, പക്ഷേ മകളിലോട്ട് കയറുന്നില്ല. മകളിലോട്ട് കയറിയാലേ നമുക്ക് വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ. താഴത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും താഴത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വന്ന് അതും ഭയങ്കര പാടും കാര്യമൊക്കെയാണ്. ചോറും കറിയൊക്കെ വെച്ച് പാത്രമൊക്കെ കഴുകി. വെള്ളം ഇല്ലെങ്കിൽ അടുക്കളയും കൂടെ കുളമായിട്ട് കിടന്നുണ്ടല്ലോ, തലയ്ക്ക് ഭ്രാന്താവും. വെള്ളമില്ലാതെ നമ്മൾ അടുക്കളയും കൂടെ വലിച്ചു കയറിയിട്ടെങ്കിൽ നമുക്ക് ആകെ തലഭ്രാന്താവും. പിന്നെ വെള്ളം എടുത്ത് പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് ബാത്റൂമിലൊക്കെ വെള്ളം എടുത്തുകൊണ്ട് വെച്ച് വീണ്ടും 2-3 പാത്രം വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് സംസാരിക്കാൻ വയ്യ. ഞാനും ചേട്ടനും കൂടെയൊക്കെയാണ് എടുത്തുകൊണ്ട് വന്നത്. എന്നാലും നമുക്കൊരു ബക്കറ്റ് 2 ബക്കറ്റ് പോരല്ലോ. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഒരു 5 മിനിറ്റ് കിടന്നു കേട്ടോ. നമ്മൾ ഇരച്ചുകൊണ്ട് നിൽക്കും. നമ്മൾ ഈ ദേഹം തളർന്ന് നിൽക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ പാടില്ല. പിന്നെ അതിനേക്കാളും വിനയാവും. 5 മിനിറ്റ് ഇങ്ങനെ കിടന്നിട്ട് എണീറ്റ് ഫുഡ് കഴിക്കാൻ നമ്മൾ കിടന്നപ്പോഴും എൻ്റെ ഈശോയും ഞാൻ വീഡിയോ ഇട്ടില്ല. ഞാൻ ഇന്നലെയും വീഡിയോ ഇട്ടില്ല, ഞാൻ ഇന്നും വീഡിയോ ഇട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് കിടന്ന് ഞാൻ ഓടിപ്പടച്ച് ഫാനും ഓഫ് ചെയ്തിട്ട് ഫോണും എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കഥ പറയുന്നു. എന്തൊരു പറയണേ, ഏതെ പറയണേ, എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. അപ്പം നിങ്ങളെല്ലാം ഫുഡ് കഴിച്ച് ദഹിച്ച് ഉറങ്ങിയവരും കാണും കേട്ടോ. ഫുഡ് കഴിച്ച് ദഹിച്ച് ഉറക്കമായവരും കാണും. രാത്രി ലൈവും വന്നില്ല കേട്ടോ. അതുമൊക്കെ ഒരു ദിവസം മടിച്ചാൽ പിന്നെയൊക്കെ കണക്കാം. എന്തായാലും ലൈവൊക്കെ എപ്പോഴെങ്കിലും പറ്റുമ്പോൾ പകലോ എപ്പോഴെങ്കിലുമൊക്കെ വരാം. സമയവും കാര്യങ്ങളും കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. ഷോർട്ട് വീഡിയോ കറക്റ്റായി ഇടാൻ പറ്റുന്നില്ല. ഒരു ദിവസം താളം തെറ്റിയാൽ മൊത്തത്തിൽ താളം തെറ്റൽ തന്നെ ഇരിക്കും. എനിക്കാണെങ്കിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചൂടൊരറ്റം. നീ ചോറും കഴിച്ചിട്ട് പുറമൊക്കെ കഴുകിയിട്ടാണ് കിടക്കാൻ. വേർത്ത് ഒരു വഴിയായിട്ടിരിക്കുകയാണ് ഞാൻ പുറമൊക്കെ കഴുകിയിട്ട് വന്ന് ചോറൊക്കെ കഴിച്ചിട്ട് വന്ന് സമാധാനമായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ഈ വീഡിയോ എത്തുമ്പോൾ 2 മണിയാവും. ചോറും കഴിച്ച് പുറവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങളെ മുന്നിൽ വീഡിയോ എത്തുമ്പോൾ 2 മണിയാവും. ഇന്നലെ വീഡിയോ ഇട്ടില്ല, ഇന്നും വീഡിയോ ഇട്ടില്ല. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. നിത്യവും നിങ്ങളുടെ അടുത്ത് ഞാൻ ഓടിയെത്തുന്നതാണ്. നിങ്ങൾ നമ്മളെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നിത്യവും നിങ്ങളുടെ മുന്നിൽ ഞാൻ ഓടിയെത്തുന്നതാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും പെൻഡിങ് ആവും. പിന്നെ നാളെ വീണ്ടും മടി വരും.
അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എൻ്റേതായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ എത്താമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഓടിയെത്തിയത്. കഥ പറഞ്ഞ് 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ ചോറും കറികളും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ മോൻ ഫോൺ ഇട്ടുകൊണ്ടിരിക്കണം, ഫോണുമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കണം. സൗണ്ടുണ്ട് കേട്ടോ, ഫോണും എടുത്ത് വെച്ചിട്ട് ഇരിക്കുകയാണ്, സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ വീഡിയോ ആയിട്ട് എടുക്കുക, ഇല്ലെങ്കിൽ ഞാനേ വീണ്ടും അപ്ലോഡിങ് ഇല്ല, ഇത് പറ്റത്തില്ല കേട്ടോ. വീഡിയോ എന്തെന്നറിയാമോ, ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊക്കെ തട്ടി അടിച്ച് വിടുന്നനെ. ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല. ബാക്ക് ക്യാമറ എടുത്താൽ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ ആപ്പിലും കൂപ്പിലും കയറി അപ്ലോഡ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചോറും കറിയൊക്കെ കാണിച്ചു തരുമായിരുന്നു. നമ്മൾ 2 കട്ട് ചെയ്തിട്ട് വീണ്ടും ബാക്ക് ക്യാമറ എടുക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. ബാക്ക് ക്യാമറ എനിക്ക് ഇതിൽ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്ന സ്റ്റെപ്പിൽ തന്നെ ഷോർട്ടിലാണെങ്കിൽ പറ്റും കേട്ടോ. ഷോർട്ടിലാണെങ്കിൽ പറ്റും. നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക, നമുക്ക് ബാക്ക് ക്യാമറ എടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോറും കറികളും കാണിക്കേണ്ടി വരികയാണെങ്കിൽ പിന്നെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ നിന്ന് അത് കറങ്ങി എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് 10-15 മിനിറ്റ് പോവും. അപ്ലോഡ് ചെയ്ത് അത് റെഡിയാക്കി വരുമ്പം 10-15 മിനിറ്റ് പോവും. ഇപ്പോൾ 12 മണിയാവും. ഇപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നാളെ ജോലിക്ക് പോകണം. നാളെ എന്തോ പരിപാടിയാണ്, കൺവെൻഷനാ, എന്തൊക്കെയോ ഉണ്ടെന്ന് പറയണം. ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാം. നമ്മളൊക്കെ നിൽക്കണ യൂണിഫോമൊക്കെ ഇട്ട് പോകുന്നത് കൊണ്ട് ഡ്രസ്സൊന്നും എടുക്കാതെയൊക്കെയാണ് പോകണം. അപ്പം നമ്മുടെ സെക്രട്ടറി മെസ്സേജ് ഇട്ടേക്കണ്, പിന്നെ ഇടും. നാളെ ഇത് കൺവെൻഷൻ എന്തോ ആണ്, ജില്ലാ സമ്മേളനം പ്രമാണിച്ച് എന്തൊക്കെയോ പരിപാടികളാണ്. നമ്മളിതൊന്നും തിരക്കില്ല കേട്ടോ. നമുക്ക് പിന്നെ അതിനോട്ട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും തിരക്കാനും പറക്കാനൊന്നും പോകില്ല. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ പോവും. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്ന പൈസയും കാര്യങ്ങളൊക്കെ അതിനൊന്നും മുടക്കം വയ്ക്കില്ല, അതൊക്കെ കൊടുക്കും. സ്ഥലത്ത് ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലും ആവശ്യങ്ങൾക്ക് ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലും ചോദിക്കുന്നതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ നാളെ പോകണമെന്നും ഇന്നേ നിങ്ങൾ തുണികളൊക്കെ എടുത്ത് വെക്കണം, ഇനി നാളെ വന്നിട്ട് തുണി എടുത്തില്ല മണി എടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വരാതിരിക്കൽ എന്നും പറഞ്ഞുകൊണ്ട് സെക്രട്ടറി മെസ്സേജ് ഇട്ട് തള്ളിയിരിക്കണം. നമ്മളെ വീഡിയോ ഒക്കെ കാണും കേട്ടോ, നമ്മളെ വീഡിയോ ഒക്കെ കാണും. പെണ്ണ് ചെല്ല, ഞാൻ ഡ്രസ്സൊന്നും എടുത്ത് വെച്ചില്ല കേട്ടെ. എടുത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നാളെ. അവൾ മുടങ്ങാതെ വീഡിയോ ഒക്കെ കാണുകയാണ് കേട്ടോ, മുടങ്ങാതെ നമ്മളെ വീഡിയോസൊക്കെ കാണുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കാണുന്നവർ കാണുക, കേൾക്കുന്നവർ കേൾക്കുക, സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോവുക. വീഡിയോ എടുത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ദേഹം മൊത്തം വേർത്തിറങ്ങുന്നുണ്ട് കേട്ടോ. എൻ്റെ ദേഹം മൊത്തം വേർത്തിറക്കുന്നുണ്ട്. നമ്മളെയൊക്കെ ഒരു കഷ്ടപ്പാട്. കിടന്നാൽ പിന്നെ നമ്മൾ പത്മനാഭസ്വാമി പള്ളി കണ്ട് കിടന്നതുപോലെ കിടക്കും. ജോലി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഒരന്തവും കുന്തവും ഇല്ലാത്ത ജോലി. അപ്പം ഞാനും എൻ്റെ രീതികളും ഇതൊക്കെയാണ്. മക്കൾ വന്ന് കളിപ്പാട്ടമൊക്കെ കാണാൻ പറ്റുമോ എന്തോ, മക്കൾ കാണാൻ പറ്റും. ഇനി അതൊക്കെ ഒതുക്കണം. എല്ലാമൊക്കെ വലിച്ചു വരിയൊക്കെ അത് വിട്ടിട്ടുണ്ട്. കാണാൻ പറ്റുമെന്നവിടെ ബാക്ക് ക്യാമറ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഫോണിനെടുത്ത് ചരിച്ച് കിടത്തിയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന. അതിന്ന് ഒതുക്കില്ലെങ്കിൽ നാളെ ആയാലും ഞാൻ ഒതുക്കും. അതവിടെ കിടന്നെന്നും പറഞ്ഞ് ആരും നമ്മളെ വീട്ടിൽ നിന്ന് വെളിയിറക്കി വിടുകയില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ രീതിക്ക് ചെയ്യാം. ആരും നമ്മളെ പിടിച്ചിറക്കാനൊന്നും പോകണില്ല. ഇന്നല്ലെങ്കിൽ നാളെ എങ്കിലും ചെയ്യാം. അപ്പം എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.